ഇഖ്തിലാത്ത് എന്ന് പറഞ്ഞ ആണും പെണ്ണും കൂടിക്കലരൽ എവിടെയായാലും ഇസ്ലാം അത് വിരോധിച്ചിട്ടുണ്ട്. ഇപ്പോ ജമാഅത്തിന് പള്ളിയിൽ വരുന്ന പെണ്ണുങ്ങള് സലാം വീട്ടിയാൽ ഉടനെ പെണ്ണുങ്ങൾ എണീറ്റ് പോണെന്നാ, അവരെ ദിക്റും ദുആയും സുന്നത്തസ്കാരൊക്കെ വീട്ടുന്ന. അത് ആ ഹദീസ് പറഞ്ഞ ഉടനെ റാവി പറയുന്നുണ്ട്, അത് എന്തിനാ പറഞ്ഞത്? ഇമാമ് ആ പെണ്ണുങ്ങൾ പോയി തീരുന്നവരെ അവിടെ ഇരിക്കണം. ഇമാം എണീറ്റ ആണുങ്ങളായ മഅ്മൂമിങ്ങൾ എണീക്കും, അവരും പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങും. അപ്പൊ ആണും പെണ്ണും വഴിയിൽ കൂടിക്കലരും. അത് കൂടിക്കലരാതിരിക്കാൻ വേണ്ടി സലാം വീട്ടിയ ഉടനെ പെണ്ണുങ്ങൾ എന്ത് ചെയ്യണം? വേഗം എണീറ്റ് പോകണം. ഇപ്പൊ പള്ളിയിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പള്ളിയിൽ വരുന്ന മര്യാദകൾ പാലിച്ചുകൊണ്ടായിരിക്കണം വരുന്നത്. ആണും പെണ്ണും കൂടിക്കലർന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഇസ്ലാമികമായ വേഷം ധരിക്കാതെ ഒരു പെണ്ണ് പള്ളിയിൽ വരാൻ പാടില്ല. സൈഡ് ഓപ്പൺ ചുരിദാറും ടൈറ്റ് ഫിറ്റ് ജീൻസും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിസ്കാര കുപ്പായം ബാഗിൽ കൊണ്ടുവരിക, എന്നിട്ട് പള്ളിന്റെ അവിടെ എത്തുമ്പോ പർദ്ദ ഇടുക, എന്നിട്ട് പള്ളി കണിക്കരാ, പള്ളിയിൽ നിന്ന് ഇറങ്ങിയ പിന്നെ അത് ഇതിൽ അയച്ചിക്ക, എന്നിട്ട് ഓളിങ്ങനെ സൊസൈറ്റി ലേഡിയായിട്ട് നടക്കുക. അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങൂല്ലേ? പള്ളി ഞങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? നശിപ്പിക്കരുത്. അതുകൊണ്ട് ആണും പെണ്ണും കൂടിക്കലരുന്നതിലുള്ള വിഷമങ്ങൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ കുടുംബത്തിലൊക്കെ കുട്ടികൾ കുറച്ച് പ്രായപൂർത്തി എത്തിയാൽ, ഒരു 10-12 വയസ്സ് പെൺകുട്ടികൾക്കൊക്കെ, ചില പെൺകുട്ടികൾക്ക് 9-10 വയസ്സാകുമ്പോ തന്നെ ആർത്തവം. അതോടെ ഒരു പ്രായപൂർത്തിയായി, അവർക്ക് ഇസ്ലാമിന്റെ നിയമങ്ങൾ ബാധകമായി. ഒരു മരിച്ച അള്ളാന്റെ ചോദ്യത്തിന് വിധേയമായി. കുട്ടിയല്ലേ, സാരല്ല എന്നുള്ള ആനുകൂല്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അത് നിങ്ങൾ മനസ്സിലാക്കണം. 15 വയസ്സാണ് സാധാരണയായി പ്രായപൂർത്തി എത്താൻ വേണ്ടി പറയാനുള്ളത്. പക്ഷെ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആർത്തവം ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പൊ പ്രായപൂർത്തി എത്തിയാൽ കുട്ടികളത് പറഞ്ഞു കൊടുക്കണം, മോനെ മോളെ നീ ചെറിയ കുട്ടിയല്ലപ്പോ, നീ പ്രായപൂർത്തി എത്തിയൊരു മോനാണ് മോളാണ്, നിനക്ക് ഇന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്, നീ ഇങ്ങനെ സൂക്ഷിക്കണം. വീട്ടിൽ അന്യ ആണുങ്ങൾ വരുമ്പോ അവിടെ പോയി ഇരിക്കരുത്. ഇപ്പൊ എളാപ്പാന്റെ മോനല്ലേ, ഉത്താപ്പാന്റെ മോനല്ലേ, ജ്യേഷ്ഠത്തിന്റെ മോനല്ലേ, നിങ്ങളെ മോളും നിങ്ങളെ ജ്യേഷ്ഠത്തിന്റെ മോനും ഒപ്പം ബൈക്കിൽ പോകാൻ പറ്റുമോ? എന്റെ ആങ്ങളല്ലേ? ഏയ് കോളേജിലേക്ക് കൊണ്ടുവന്നാക്കാൻ വരും, ആരടിയത്? ഏയ് എന്റെ ആരാത്? എന്റെ ആങ്ങളറിഞ്ഞ ഉമ്മാന്റെ അനിയത്തിന്റെ മോന്, ഉമ്മാന്റെ ജ്യേഷ്ഠത്തിന്റെ മോന് അല്ലേ? തെക്കൻ കേരളത്തിലൊക്കെ ഉമ്മാന്റെ ജ്യേഷ്ഠത്തിന്റെ മോൻ അനിയത്തിന്റെ മോളെ കല്യാണം കഴിച്ച ഭയങ്കര അപകടമായി. ഇസ്ലാമിൽ ഒരപകടമില്ല. പിന്നെ പ്രേമിച്ച് ഒപ്പം കൂടിയിട്ട് കുടുങ്ങിയ കല്യാണം കഴിച്ചു കൊടുക്കുന്നില്ല, തെക്കൻ കേരളത്തിൽ കല്യാണം കഴിച്ചു കൊടുക്കൂല. ജ്യേഷ്ഠത്തിന്റെ മോനെ അനിയത്തിന്റെ മോൻ അല്ലേ? തൃശ്ശൂരൊക്കെ അങ്ങനെയല്ലേ സ്വഭാവം? ഇസ്ലാമിലുള്ളത് അത്. അവലെ ഏട്ടന്റെയും അനിയന്റെയും മക്കൾ പരസ്പരം കല്യാണം കഴിക്കാൻ പാടുണ്ട്, പാടില്ല എന്നാണ് തെക്കൻ കേരളത്തിൽ പലരും മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അവരൊക്കെ അന്യ പുരുഷന്മാരാണെന്ന് നമ്മളെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ജ്യേഷ്ഠത്തിന്റെ മോൻ വന്നു, എടി നിന്റെ പേനം നോയിക്ക, എന്നുള്ളത് മടി തലച്ച് പേൻ നോക്കിയിരിക്കുക അല്ലേ? പിടിക്കലും വലിക്കലും കളിക്കലും കല്യാണ തലേന്നൊക്കെ എന്തെല്ലാം നടക്കുന്നത്. ചിലപ്പോ കൂടെ തന്നെ കിടക്കലും ഇരിക്കലും, ഓന്റെ ബൈക്ക് കയറലും പുറത്തു കയറലും അല്ലേ? ഇതെല്ലാം നമ്മുടെ പെൺകുട്ടികളെ ആൺകുട്ടികളുമായുള്ള ബന്ധത്തിൽ, നീ പെണ്ണാണ് നീ അവനെ സ്പർശിക്കുക, നീ ആണാണ് പെൺകുട്ടികളുടെ അടുത്ത് പോ, അങ്ങോട്ട് പെണ്ണുകുട്ടികളകത്ത് പോ, ആൺകുട്ടികൾ ഇങ്ങോട്ട് പോ. അതൊക്കെ വീട്ടിൽ നമ്മൾ ശീലിപ്പിക്കണം. അത് ഉമ്മാക്കന്നെ അത് ഉണ്ടാവില്ല. ഉമ്മ ഭർത്താവിന്റെ അനിയനോടും ഏട്ടനോടും ഒക്കെ കളിക്കുന്നുണ്ടാവും, അവരെ കുട്ടികളും കളിക്കൂലേ? ജ്യേഷ്ഠത്തിന്റെ ഭർത്താവിനോടും അനിയത്തിന്റെ ഭർത്താവിനോടൊക്കെ തെള്ളിയും പിടിച്ചും കളിച്ചും ഒക്കെ ചിരിക്കുന്നുണ്ടാവും, അവരെ കുട്ടികളും കളിക്കൂലേ? അപ്പൊ അന്യ പുരുഷൻ ആരാണ് എന്ന് നമ്മളെ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അത് പഠിപ്പിക്കാത്തത് കൊണ്ട് എന്താ അറിയോ? അമ്മാവന്റെ മകനും, അമ്മാവൻ എന്ന് പറഞ്ഞ ഉമ്മാന്റെ ആങ്ങളന്റെ മോന്, അമ്മായി എന്ന് പറഞ്ഞ പിന്നെ ഈ നാദാപുരത്തേർക്കും കടവത്തൂർക്കാർക്കും ഒന്നും അമ്മായി പറഞ്ഞ ജ്യേഷ്ഠന്റെ ഭാര്യയാണ്. വാപ്പാന്റെ പെങ്ങള്, അതിനെന്താ പറയുകയെങ്കിൽ അത് ബാപ്പാന്റെ പെങ്ങളെ മോന്, അതുപോലെ ഉമ്മാന്റെ ജ്യേഷ്ഠത്തിന്റെ മോന്, അനിയത്തിന്റെ മോന്, ഇതൊക്കെ അന്യ പുരുഷന്മാരാണ് എന്ന ധാരണ നമ്മുടെ സ്ത്രീകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ ഭർത്താവിന്റെ അനുജൻ, ഭർത്താവിന്റെ ജ്യേഷ്ഠൻ, കല്യാണം കഴിഞ്ഞാല്, പുതിയ കല്യാണം കഴിഞ്ഞാൽ പുതിയാപ്പളുടെ ജ്യേഷ്ഠന്മാരൊക്കെ വന്നിട്ട് അവൾക്ക് ഷെയ്ക്കേണ്ടി കൊടുക്കും അല്ലേ? കണ്ടിട്ടില്ലേ പല കല്യാണ സദസ്സിലും? പാടുണ്ടോ? അത് പാടില്ല. കൈ കൊടുക്കാൻ അവള് മടിച്ചാൽ അന്നെ അവളെ ചിലപ്പോ തലാക്കി അല്ലിക്കാളും അല്ലേ? നീട്ടടി കയ്യ്, അവനെ കൊണ്ടാ ഈ കുടുംബം നടക്കണേ, നീ തൊടില്ലല്ലേ? എന്തെല്ലാം ബഹളായിരിക്കും. പാടുണ്ടോ? അല്ലെങ്കിൽ കല്യാണ ദിവസം ഒരുപാട് പ്രദർശനമാണല്ലോ, പെണ്ണിനെയും ചെക്കനെയും ഇങ്ങനെ പ്രദർശിപ്പിക്കുക, എന്നിട്ട് എല്ലാവരും നോക്കിയിരിക്കുക. പാടുണ്ടോ അത്? പെണ്ണുങ്ങളെ ഭാഗത്തിരിക്കുക, ആണിന്റെ ഭാഗത്തിരിക്കുക. ആണും പെണ്ണും ഒന്നിച്ച് മൊത്തം സദസ്സിൽ വന്നിരിക്കണത് ശരിയല്ല. അടുത്ത കുടുംബങ്ങൾ മാത്രമുള്ള സ്ഥലത്താണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ നാട്ടില് കല്യാണത്തിന്റെ മുമ്പ്, നിശ്ചയത്തിന്റെ അന്ന് പോലും ഒരു മാലയിടലും ഒരു മോതിരടലും, എന്നിട്ട് ക്യാമറയിൽ പകർത്തലും, എല്ലാവരും നോക്കി ആസ്വദിക്കലും, പെണ്ണൊരു പ്രദർശന വസ്തുവാക്കി മാറ്റൽ, ഇതെല്ലാം തെറ്റായ കീഴ്വഴക്കങ്ങളാണ്. ഇതെല്ലാം പന്യ സമുദായങ്ങളിൽ നിന്നും നമ്മളിലേക്ക് പകർന്നിട്ടുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളെ പറ്റി പല ആൾക്കും ഒരു ധാരണയില്ല.
ഇസ്ലാമിക വേഷം അനുവദിക്കോ? നമ്മൾ ചോദിക്കണം. ആണും പെണ്ണും കൂടുതൽ മിംഗ്ലിങ്ങിനുള്ള ചാൻസ് അവിടെ ഉണ്ടോ? അന്വേഷിക്കണം. കുട്ടികൾക്ക് നിസ്കരിക്കാനും ജുമയ്ക്ക് പോകാൻ കഴിയോ? നോക്കണം. ഇതൊന്നും നോക്കണം. അവിടെ നല്ല എഡ്യൂക്കേഷനാ. അവിടെ ഇംഗ്ലീഷ് നല്ല സംസാരിക്കും. ക്യാമ്പസിൽ ഇംഗ്ലീഷിലല്ലാതെ മിണ്ടാൻ പാടില്ല. വലിയ കാര്യമായി. എന്നിട്ട് ഔറത്തും കാണിച്ച് കുട്ടികൾ പോവുക. നിസ്കരിക്കാൻ കൂടി സൗകര്യമല്ല. രാവിലെ 7 മണിക്കാണ് പോയി വൈകുന്നേരത്തെ 7 മണിക്കൂർ ലോഹറുമില്ല അസറുമില്ല. ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ട് എന്ത് കിട്ടാനാണ് സഹോദരി? നമ്മൾ ചിന്തിക്കണം. അള്ളാഹു പഠിക്കും നിങ്ങളെ കുട്ടീനെ +2 പഠിപ്പിച്ചോ അല്ലെങ്കിൽ SLC പഠിപ്പിച്ചോ എന്നൊക്കെ ചോദിക്കൂല. ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടോ, നിസ്കാരം പഠിപ്പിച്ചിട്ടുണ്ടോ, ഈമാൻകാര്യം പഠിപ്പിച്ചിട്ടുണ്ടോ, ഇസ്ലാം ഒക്കെ ചോദിക്കും. മറ്റ് ദുനിയാവിന് വേണ്ടി നമ്മൾ പഠിപ്പിക്കണം. അത് നമ്മളെ ദീനിന് തടസ്സമാകരുത്. ദീനീ വിദ്യാഭ്യാസത്തിന് തടസ്സം, ദീനീ സംസ്കാരത്തിന് തടസ്സമായ ഒരു വിദ്യാഭ്യാസവും നമുക്ക് പാടില്ലാത്തതാണ്. അതുകൊണ്ട് ആ കാര്യം നമ്മൾ ഗൗരവപൂർവ്വം കണക്കിലെടുക്കണം. നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ അവർക്ക് ഇസ്ലാമിക വേഷം ധരിക്കാനും നമസ്കാരം നിർവഹിക്കാനും ജുമഅക്ക് പോകാനും ഒക്കെ ചാൻസ് ഉണ്ടോ? അത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അവിടെ ചേർക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ചേർക്കാൻ പാടില്ല. ചില ആളുകൾക്ക് അറിഞ്ഞുടനെ കുട്ടി എവിടെയാ പഠിക്കണെന്ന് തന്നെ. നാട്ടിലൊക്കെ ഉള്ള സ്ഥിതി അതാ. എവിടെയാ നിങ്ങളെ മോൻ പഠിക്കണേ? തൃശ്ശൂരാ ശക്തൻ തമ്പുരാ സ്റ്റാൻഡിന്റെ അവിടെ. അത് വലിയ ബിൽഡിംഗില്ല. അതിന്റെ മുകളിൽ 3ാം നിലയിൽ ഏതോ കമ്പ്യൂട്ടറോ എന്തോ ഹോം സയൻസ് എനിക്കൊന്നും അറിഞ്ഞൂടാ. അങ്ങനെ പോണുവാണ്. രാവിലെ വൈകുന്നേരത്തിന് വരികയും ചെയ്യുന്നു. പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികൾ എവിടെയാ പോണത്, എവിടെയാ വരുന്നത്, ആരാ അവിടെ ഉള്ളത് ഒന്നും അന്വേഷിക്കാതെ അങ്ങനെ കയറൂരി വിട്ടിരിക്കാൻ. ചോദിച്ചപ്പോൾ ഇസ്ലാം വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചതല്ലേ? ഇതാ പ്രോത്സാഹിപ്പിച്ചത് തന്നെ? സംസ്കാരമില്ലാത്ത ഏർപ്പാടാ പ്രോത്സാഹിപ്പിച്ചത്? എവിടെയാണ് നമ്മൾ പഠിച്ച ഇസ്ലാം? നമ്മുടെ സംസ്കാരം കളഞ്ഞു കുളിച്ചിട്ട് എന്തിനാണ്? എന്നിട്ട് മറ്റവന്റെ പോടിപ്പോയി ഇവന്റെ പോടിപ്പോയി എന്നിട്ട് ഇവിടെ ഗൾഫിൽ ബോധം കെട്ട് വീഴുക, ആത്മഹത്യ. എന്താ കാര്യം? ശ്രദ്ധിക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കാത്തോണ്ടാ ഓടിപ്പോകുന്നത്. അതിർവരമ്പുകൾ പഠിപ്പിക്കാത്തോണ്ടാ കുട്ടികൾക്ക് അബദ്ധം സംഭവിക്കുന്നത്. അതുകൊണ്ട് സഹോദരിമാരെ, വലിയ ഉത്തരവാദിത്തമാണ് പെൺകുട്ടികളെ വളർത്തുക എന്ന് പറഞ്ഞാൽ. ആൺകുട്ടികളെ വളർത്തിന് പ്രത്യേക അവാർഡൊന്നും അല്ല പറഞ്ഞിട്ടില്ല. അസമയത്ത് പെൺകുട്ടികളെ വളർത്തിനോ? മൻ ആല ജാരിയതൈനി ഹത്താ തബ്ലുഗ കുന്ന ലഹു സിത്റൻ മിനന്നാർ. ആരെങ്കിലും 2 പെൺകുട്ടികളെ പ്രായപൂർത്തിയെത്തുന്നവരെ നല്ല നിലക്ക് സംരക്ഷിച്ച് വളർത്തിയാൽ ആ പെൺകുട്ടികൾ നരകത്തിൽ നിന്നും ഇവർക്ക് മറയായിരിക്കും. ആൺകുട്ടികൾ വളർത്തിയതിന് കുട്ടികളെ വളർത്തിയ കൂടി നല്ല സ്പെഷ്യൽ അവാർഡ് പറഞ്ഞിട്ടില്ല. എന്തിനാ തന്നെ പെൺകുട്ടികൾ വളർത്താൻ കുറച്ച് പ്രയാസമുണ്ട്. ആ പ്രയാസം ഏറെ സഹിക്കേണ്ടത് മാതാക്കളാണ്.